ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാവികരെ തിരിച്ചു കൊണ്ടുവന്ന സംഭവത്തെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ചില പോയിന്റുകൾ പരാമർശിക്കാതെ തന്നെ വിഷയത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാനാണ് ശ്രമിക്കുന്നത്. ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ മാത്രമേ ചികഞ്ഞു തന്നാൽ പബ്ലിക്കിന് കിട്ടൂ. എന്തോ കാരണത്താൽ 8 മുൻ ഇന്ത്യൻ നാവികരെ ഖത്തർ തടവിലാക്കിയെന്നും അജിത് ഡോവലും ഇന്ത്യൻ മിലിറ്ററി ഏജൻസിയും പിന്നണിയിലും വിദേശകാര്യമന്ത്രി ജയശങ്കർ മോദിയും നേരിട്ട് മുന്നണിയിലും നിന്ന് പ്രവർത്തിച്ചാണ് ഒരു ഡീൽ ഉണ്ടാക്കിയതെന്ന് മാത്രമേ കാണാൻ കഴിയൂ. ഇതിന്റെ വിഷയത്തിലേക്കൊന്ന് കടക്കാം. 2020 ഖത്തർ അവരുടെ നേവിയുടെ ഭാഗമായി അന്തർവാഹിനികൾ ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. 2017 ഇറ്റലിയുമായി ഒപ്പുവെച്ച 5 ബില്യൺ യൂറോയുടെ കരാറിന്റെ ഭാഗമായാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അതുവരെ അറേബ്യൻ ഗൾഫിൽ ഇറാൻ മാത്രമാണ് അന്തർവാഹിനികൾ ഓപ്പറേറ്റ് ചെയ്തിരുന്ന രാജ്യമെന്നിരിക്കെ ഇത് മേഖലയെ നാവിക സന്തുലിതാവസ്ഥയെ കാര്യമായി ബാധിക്കുന്ന നീക്കമായിരുന്നു. ഫിൻകാൻഡേറി എന്ന കമ്പനിയിൽ നിന്ന് U-212 ടൊറാൾഡോ ക്ലാസ് അന്തർവാഹിനികളാണ് വാങ്ങാൻ തീരുമാനിച്ചിരുന്നത്. ഇത്തരം 4 അന്തർവാഹിനികൾ നിലവിൽ 4 കൂടി നിർമ്മാണത്തിലുമുണ്ട്. ഹോവാൾഡ് ഡച്ച് വെരിഫ അഥവാ HDW എന്ന ജർമ്മൻ കമ്പനിയാണ് ഈ അന്തർവാഹിനികൾ വികസിപ്പിച്ചത്. ഇവ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും നേവിക്ക് വേണ്ടി മാത്രമായി നിർമ്മിക്കപ്പെട്ട ക്ലാസിഫൈഡ് ടെക്നോളജിയാണ്. ഇതിന്റെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്കായി ഉണ്ടാക്കിയ സീക്രസി ഉള്ള ടെക്നോളജികൾ കുറഞ്ഞ വർഷം U-214 എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഗ്രീസും തുർക്കിയും ദക്ഷിണ കൊറിയയും അടക്കം പല രാജ്യങ്ങളും വിൽപ്പന നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു സമയത്ത് ഇത് വാങ്ങാൻ ആലോചിക്കുകയും പിന്നീട് കാച്ചു നോക്കിയാവണം ചൈനയുടെ മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഖത്തറിന് ക്ലാസിഫൈഡ് ആയ U-212 വെർഷൻ തന്നെ കിട്ടും എന്ന് പറയുന്നതിൽ അല്പം കൗതുകകരവുമാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ജർമ്മനിയും ഇറ്റലിയും അല്ലാതെ ക്ലാസിഫൈഡ് ആയ U-212 മോഡൽ അല്പം മാറ്റങ്ങളോടെ ഉപയോഗിക്കുന്ന ഏക 3ാം രാജ്യമാണ് ഇസ്രയേൽ. ഡോൾഫിൻ 1 ക്ലാസ് എന്ന പേരിൽ ഇത്തരം 3 അന്തർവാഹിനികൾ ഇസ്രയേലിനുണ്ട്. എന്ന് മാത്രമല്ല ഇവയിലാണ് ഇസ്രയേലിന്റെ നാവികസേനയെ ആശ്രയിച്ചിട്ടുള്ള ന്യൂക്ലിയർ സെക്കൻഡ് സ്ട്രൈക്ക് മിസൈലുകൾ ഒരുക്കി നിർത്തിയിട്ടുള്ളത് എന്നും കരുതപ്പെടുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജൂതന്മാർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരമായി ജർമ്മനി ഇപ്പോഴും ഇസ്രയേലിന് നൽകുന്ന റിപ്പറേഷന്റെ ഭാഗമായാണ് HDW നിർമ്മിച്ച് നൽകുന്ന ഈ അന്തർവാഹിനികൾ. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവുന്നില്ലേ? ഇസ്രയേലിന്റെ സ്ട്രാറ്റജിക് അസറ്റായ അന്തർവാഹിനികളുടെ അതേ ഡിസൈനും ടെക്നോളജിയുമാണ് ഖത്തറിന് ലഭിക്കാൻ പോകുന്നത്. ഖത്തർ ഇസ്രയേലുമായി ബന്ധങ്ങളിൽ യാതൊരു നീക്കുപോക്കിനും തയ്യാറാവാത്ത അറബ് രാജ്യമാണ്. അവർ ഉപയോഗിക്കുന്ന അതേ മോഡൽ എന്നതിലുപരി U-212 അന്തർവാഹിനി കടൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ലേറ്റസ്റ്റ് സ്റ്റൈൽ ടെക്നോളജി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഈ ഡീൽ ഒരു വെല്ലുവിളിയാണ് എന്ന് അവർ വിലയിരുത്തുന്നതും അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ചാരപ്രവൃത്തി നടത്താനും എല്ലാ സാധ്യതയുമുണ്ടെന്ന് കരുതുന്നത്. ഇത്രയുമാണ് ഫാക്ട്സ്. ഇനി അല്പം ചോദ്യങ്ങളാണ്. ഇസ്രയേൽ മറ്റു രാജ്യങ്ങളെ ഉപയോഗിച്ച് ചാരപ്രവൃത്തി നടത്തുന്നത് ആദ്യമായി ഒന്നുമല്ല. എങ്കിലും ഇസ്രയേലിന് ഖത്തറിന് ലഭിക്കാൻ പോകുന്ന അന്തർവാഹിനിയെപ്പറ്റി വിവരങ്ങൾ അറിയണമെങ്കിൽ അവരുടെ യൂറോപ്പിലെ ബന്ധങ്ങൾ കണക്കിലെടുത്താൽ നേരിട്ട് ഇറ്റലിയെയോ ജർമ്മനിയോ തന്നെ സമീപിക്കുകയല്ലേ എളുപ്പം. നിലവിൽ ഖത്തറിൽ വെച്ച് നിർമ്മാണം പോലും നടക്കുന്നില്ലാത്ത ഒരു പ്രോജക്റ്റിൽ ഖത്തർ നേവിക്ക് സപ്പോർട്ട് സർവീസ് നൽകുന്ന മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് എന്ത് വിവരം ആക്സസ് ചെയ്യാൻ കഴിയും? ഇന്ത്യ എന്ത് തെളിവുകൾ നൽകിയാണ് മുൻ നാവികരുടെ നിരപരാധിത്വം തെളിയിച്ചതെന്നും എന്ത് ഡീലുകളാണ് ഇതിനു പകരം ഖത്തറിന് നൽകിയിരിക്കുന്നതെന്നും വരും കാലത്ത് പുറത്തു വന്നേക്കാം. ഒരുപക്ഷെ അജിത് ഡോവറിനൊപ്പം മണ്ണിൽ മറയുന്ന മറ്റൊരു സ്റ്റേറ്റ് സീക്രട്ടായി ഇത് തീർന്നേക്കാനും മതി. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.